അയില കറി വെക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ അയില എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ വെട്ടി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും, അതുപോലെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞതും, പിന്നെ ഒരു 3-4 കൊച്ചുള്ളി അഥവാ ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുമിച്ചും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഈ ഉലുവ പൊടിക്കാത്തതേ ആദ്യമാണ് ചേർത്ത് കൊടുക്കുന്നത്, എന്നിട്ടാണ് കടുക് ചേർക്കുന്നത് കേട്ടോ. പക്ഷേ ഞാനാണെങ്കിൽ ചട്ടിയുടെ ചൂട് നല്ല ചൂടായതുകൊണ്ട് ഉലുവ അങ്ങ് ഓവറായിട്ടങ്ങ് മൂത്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ കടുക് ചേർത്തതിന് ശേഷം ചേർത്തത് കേട്ടോ. ചില വീഡിയോയിൽ ഞാൻ അല്ലാതെയും ചേർത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് രീതി ചേർത്താലും കുഴപ്പമില്ല. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കൊച്ചുള്ളിയും എല്ലാം നല്ലതുപോലെ അങ്ങ് മൂത്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ ഇത് നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോരുത്, ലൈറ്റ് ബ്രൗൺ നിറം ആവണം ഈ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ കേട്ടോ. അപ്പം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് മൂപ്പിക്കണം, തീ കൂട്ടി വെച്ച് കരിച്ച് കളയരുത് കേട്ടോ. ചട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് തീ കൂട്ടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെങ്കിലും മൂക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ്. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടരുത്, അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാറിൻ്റെ കളർ മഞ്ഞ കലർന്ന കളറായി പോകും കേട്ടോ. ഇനി ഇത് ചേർത്തിട്ട് നല്ലതുപോലെ എണ്ണ തെളിയുന്നിടം വരെ, അതായത് നല്ലൊരു നിറം വരണം. നമ്മുടെ മീൻ ചാറിൻ്റെ അല്ലെങ്കിൽ മീനിൻ്റെ ഗ്രേവിയുടെ നിറം ഈ സമയത്ത് ഈ മുളക് പൊടി ഇങ്ങനെ മൂപ്പിക്കുന്നതിലിരിക്കും. അപ്പം മുളക് പൊടി നമ്മൾ ഡയറക്റ്റായിട്ടും ചേർക്കാം, അതുപോലെ തന്നെ ഈ രീതിയിലും ചേർക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയുടെ കൂടെ തന്നെ എരിവുള്ള മുളക് പൊടിയുടെ ചേർത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ കാശ്മീരി മുളക് പൊടി എടുത്തിട്ട്, അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയുടെ ചേർത്തിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മുളക് പൊടിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 കുടംപുളി ചേർത്ത് കൊടുക്കണം. ഈ മീന് 3 കുടംപുളി മതി. 1 കിലോ മീൻ സാധാരണ ഞാൻ 3 കഷ്ണമാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കുടംപുളിയുടെ പുളി രുചി നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അതായത് ചില പുളിക്കൊക്കെ ഉറ കാണത്തില്ല, അപ്പോൾ അതിനധികം പുളി രുചി കിട്ടത്തില്ല. നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അത് ഞാൻ ആ വെള്ളത്തോടെ അങ്ങ് ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുന്നതൊക്കെ ഓരോരുത്തരുടെ അളവാണ്. അതിപ്പോൾ ആർക്കും കറക്റ്റായിട്ട് ഉപ്പ് ചേർക്കുന്ന ഒരു വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചേർക്കുന്ന ഉപ്പായിരിക്കത്തില്ല നിങ്ങളുടെ ഉപ്പ്, മനസ്സിലായോ? ഓരോരുത്തർക്ക് ചിലർക്കാണെങ്കിൽ ഉപ്പ് കൂടുതൽ വേണം, ഉപ്പ് കുറവ് വേണം, അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ മീൻ കറിക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളാണ് ചേർക്കുന്നത് 1 കിലോയുടെ മീൻ കറിക്ക്. പക്ഷേ നിങ്ങൾക്ക് അത്രയും വേണ്ടായിരിക്കും. അപ്പം അതിന് നോക്കി നിങ്ങളുടെ പരുവ് അനുസരിച്ച് വേണം ചേർക്കാൻ കേട്ടോ. ഇനി ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കണം.
അപ്പോൾ ഒരുപാട് അങ്ങ് ഗ്രേവി വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. പക്ഷേ എനിക്കാണെങ്കിൽ മീൻ കഷ്ണങ്ങൾ പറക്കി വെക്കുമ്പോൾ ആ ഒരു പരുവത്തിനുള്ള വെള്ളം വേണം. ഒരുപാട് മീൻ കഷ്ണങ്ങളിൽ മുകളിലായിട്ട് വെള്ളം നിൽക്കരുത്. അങ്ങനെയാണ് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ മീനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൂടെ ചേർത്ത് ഈ ചാറങ്ങ് ഒരുപാടങ്ങ് ലൂസായി പോകും. അപ്പോൾ ആ കറിക്കൊരു ടേസ്റ്റ് കുറയും. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് തുടങ്ങി. നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വെട്ടി കഴുകി അത് ക്ലീനാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിൽ ഇപ്പം നമുക്ക് സ്പൂണിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് വെക്കാം. അത് വെന്ത് കഴിയുമ്പോൾ ഒരിക്കലും സ്പൂൺ ഇടല് കേട്ടോ, മീൻ പൊടിഞ്ഞു പോകുമേ. അപ്പം ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തണ്ട് കറിവേപ്പില, അത് ഞാൻ എല്ലാ മീൻ കറിയും വെക്കുമ്പം ഞാൻ അങ്ങനെ വിടും. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഇതിൻ്റെ വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മുതൽ 20 മിനിറ്റ് വരെ മതി. 15 മിനിറ്റ് ആകുമ്പോഴേ നോക്കണം കേട്ടോ, ഇത് വെന്തോന്നോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്നോ അല്ല ചാറ് കുറഞ്ഞു പോകുന്നതൊക്കെ നോക്കണം. ആദ്യം നമ്മളൊരു ഇച്ചിരി തീ കൂട്ടിയിടുക, കുറച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. അപ്പോൾ ഈ മീൻ കറി ഇവിടെ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 15-16 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫാക്കുവാണ് കേട്ടോ. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചാറ് ഒട്ടും കാണത്തില്ല. അപ്പോൾ ഇത്രയെങ്കിലും വേണം. ഓഫാക്കിയാലും ഈ ചട്ടിയുടെ ചൂടിലിരുന്നേ കുറച്ചും കൂടെ ചാറ് പറ്റും. അപ്പോൾ എനിക്ക് ഒരുപാട് ചാറ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സ്പൂണിട്ടൊന്നും ഇളക്കരുത്. ഞാൻ ഈ സൈഡിൽ കൂടെ ഒന്ന് തൊടുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകുമേ. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴല്ലോ ആ കറിക്കൊരു നല്ലൊരു മണമാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കുകയും ചെയ്യരുത്. ഇനി ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ആവാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഉപ്പ് കറക്റ്റാണ്, എരിവും കറക്റ്റാണ്. ഇത് നല്ല ചാറിന് നല്ല കട്ടിയുള്ളൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ മീൻ കറി ഉണ്ടാക്കുന്നവർക്കൊക്കെ പരാതിയാണല്ലോ ചാറിന് കട്ടിയില്ലെന്ന്. അപ്പോൾ അങ്ങനെ കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ കുറേ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ തക്കാളിയൊക്കെ ചേർത്ത് നല്ല കട്ടി കിട്ടുമെന്ന് പറയുന്നേക്കാം. പക്ഷേ തക്കാളിയൊക്കെ ചേർത്ത് ഞാൻ മീൻ കറിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഇത് നോക്കാം, ഈ ചാറിന് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഉപ്പ് എപ്പോഴും ആദ്യമേ കറക്റ്റ് ചേർക്കാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റിൽ ഉപ്പ് ചേർക്കുന്നതിനെക്കാട്ടിലും ആദ്യം ഉപ്പ് ചേർക്കുന്നതാണ് അത് ആ മീനിലൊക്കെ പിടിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് പരുവം. പിന്നെ ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ചെറിയ മീനിലൊക്കെ മല്ലിപ്പൊടി ചേർക്കാം. അയില, മത്തി ഇതിലൊക്കെ മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ പക്ഷേ മീൻ കറികളിൽ അധികം അങ്ങനെ മല്ലിപ്പൊടി, മുളക് ചെയ്യുന്ന മീൻ കറിയിൽ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല. അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയ ചട്ടിയൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കും. 1 കിലോ മീൻ കറി ആകുമ്പോൾ ആ ചട്ടി നിറഞ്ഞ് നിൽക്കും. ഇതിപ്പോൾ എൻ്റേത് വലിയ ചട്ടി ആയതുകൊണ്ടേ ആ ചട്ടിയുടെ പകുതിയേ ഉള്ളൂ, അതുകൊണ്ട് എടുത്തിങ്ങനെ കാണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പി വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.